അമ്മ എന്താണ് ചെയ്യാൻ പോണേ? അമ്മ ഉപ്പേരി വെക്കാൻ എല്ലാ കഷ്ണങ്ങളും ഇതാ. കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, കുറച്ച് മുരിങ്ങക്കായുണ്ട്, കുറച്ച് വഴുതിരിങ്ങയുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഉപ്പേരി വെക്കാൻ വേണ്ടിട്ടാണ്. മൂന്നും കൂടി ഉപ്പേരി വെക്കാനാ? സൂപ്പർ ആയിരിക്കുമല്ലോ. കുട്ടികൾക്ക് അപ്പൊ ഉരുളക്കിഴങ്ങാണെങ്കിലും ഒക്കെ ഇഷ്ടമല്ലേ? അത് മൂന്നും കൂടിയിട്ട് നമുക്ക് വെക്കുമ്പോ നന്നായിരിക്കും. നന്നായിരിക്കും. അപ്പൊ അമ്മ അതാ ഉരുളക്കിഴങ്ങ് ആദ്യം വാങ്ങാൻ വെക്കണം. ഉരുളക്കിഴങ്ങല്ലേ? ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുത്തു. ഉരുളക്കിഴങ്ങ് ഒന്ന് തിളച്ച് ആവുമ്പോൾ നമുക്ക് മുരിങ്ങക്കായ ഇടാം. മുരിങ്ങക്കായ അല്ലേ? അപ്പോൾ ഓരോന്നിനും ഓരോ വേവാണല്ലോ അല്ലേ മാ? അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. ലേശം മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് വേകാൻ വെക്കാം. ഓ ശരി അമ്മ. ഉപ്പ് ഇട്ടിട്ട് വേകാൻ വെക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടല്ലേ? ശരി, ഇനി വേകട്ടെ. അത് വേകട്ടെ അല്ലേ? അത് വേകട്ടെ. അപ്പൊ ഉരുളക്കിഴങ്ങിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് അത് ആദ്യം ഇട്ട് വേവിച്ചു. അതിന്റെ മേലെ മുരിങ്ങക്കായ ഇട്ടു. ഇനി അതൊന്ന് തിളച്ച ശേഷം നമുക്ക് വഴുതിരിങ്ങിടാം. വഴുതിരിങ്ങിട അല്ലേ? അപ്പൊ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും വേറെ കുറെ വെന്തു. അപ്പൊ അതാ അമ്മ അതിലേക്ക് വഴുതിരിങ്ങി ഇട്ട് കൊടുക്കും. ശരി അമ്മ. ഇനി ഒറ്റ ആവിയിൽ വേഗൻ്റെ മാ. എന്നിട്ട് നമുക്ക് താളിക്കാം അല്ലേ? താളിക്കാം. എല്ലാം ഒപ്പം വെന്തു ഒന്നോടൊന്നും മുട്ടാത്ത പാകത്തിന് ആക്കിയിട്ടുണ്ട്. ഇനി അമ്മ അപ്പൊ താളിക്കാൻ പോകും. ഓക്കെ അമ്മ. ശരി അമ്മ. താളിക്കാൻ അമ്മ ഒരു പാത്രം എടുത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കണു അല്ലേ അമ്മ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കടുക് ഇട്ട് കൊടുക്കണം അങ്ങനെ. ശരി അമ്മ. അത് എന്തൊക്കെയാ എടുത്തിരിക്കുന്നത്? കുറച്ച് തക്കാളി സബോളയും കുറച്ച് കൂടുതൽ വേണം. കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാലാണ് ഒരു ഗ്രേവി ആയിട്ട് ടൈപ്പിൽ കിട്ടുള്ളൂ. ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ അല്ലേ? സബോള ഇട്ട് കൊടുത്തു. സബോള കുറച്ചാവുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. അപ്പൊ നമ്മുടെ ഉപ്പേരിക്കുള്ള ഗ്രേവിയൊക്കെ സെറ്റായി. സബോളയൊക്കെ വാടി റെഡിയായി. അപ്പൊ എന്താണ് ഇത്തിരി പണിയുണ്ട്. സബോള അങ്ങനെ ഇത്തിരി എണ്ണയിൽ നല്ലോണം നമ്മള് മൂപ്പിക്കണം. എന്നാലും നമ്മൾക്ക് ഒരു ഗ്രേവി ടൈപ്പിൽ കിട്ടും. അതാ അതിലേക്കുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ സബോളയും വേണം തക്കാളിയും വേണം അല്ലേ മാ? എന്നിട്ട് ഇതിലാണ് നമ്മൾ മുളക് പൊടി ഇടുള്ളൂ. തക്കാളിയൊക്കെ വാടിയമ്മ? തക്കാളിയൊക്കെ വാടി. അപ്പൊ അമ്മ അതാ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി അല്ലേ? മുളക് പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില. ശരി അമ്മ. എല്ലാ പൊടിയും എല്ലാം ഇട്ട് ഒക്കെ ഗ്രേവി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അമ്മ അതാ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയില്ലേ മാ? റെഡിയായി, സെറ്റായിട്ടുണ്ട്. അപ്പം മുരിങ്ങക്കായി, ഉരുളക്കിഴങ്ങ്, വഴുതിരിങ്ങ കഷ്ണങ്ങളൊക്കെ പാകം പോലെ എല്ലാം ഒന്നൊന്നായി വേവിച്ചത് അങ്ങനെ ഉരുളക്കിഴങ്ങിട്ട് കുറച്ച് മുരിങ്ങക്കായി അതിന് ശേഷം ഇട്ട് വഴുതിരിങ്ങിട്ട് അങ്ങനെ അതെല്ലാം ആക്കിയ ശേഷം സബോള നല്ലോണം എണ്ണയിൽ കടുക് പൊട്ടിയ ശേഷം സബോള ഇട്ട് എണ്ണയിൽ നല്ലോണം വറക്കണം. എന്നിട്ട് തക്കാളി ഇടുക.
എന്നിട്ടാണ് മുളക് പൊടിയൊക്കെ ഇടുന്നത്. അപ്പം അങ്ങനെ അമ്മ വെച്ച പോലെ എൻ്റെ മക്കളും വെച്ച് നോക്കുക. എന്നിട്ട് എന്താ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അമ്മയും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അല്ലേ.